നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത്രയും വലിയ ഭാഗ്യം കൈവന്നിട്ട് വേണ്ടെന്ന് പറയുന്ന ഇവനെയൊക്കെ എന്തിനു കൊള്ളാം? അവനെതിനേക്കാൾ നല്ല ബന്ധം വരൂടി. അച്ഛൻ ഒറ്റൊരുത്തനെ അവനെ വഷളാക്കുന്നത്. സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. എവിടുന്ന് വരാനാ ബന്ധം? അതൊക്കെ വരും, നീ കണ്ടോ. നടക്കാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹമാണോ എന്റെ സ്വപ്നമാണോന്ന് വൈകാതെ നിങ്ങക്ക് മനസ്സിലാവും. കാണാം. അതെ, EMI അടച്ചത് രമ്യയാ. എന്തിനാ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോയത്? ഞങ്ങൾ ആരും നിർബന്ധിച്ചതല്ല മോനെ, അവൾ സ്വയം ചെയ്തതാ. എന്നാലും സമ്മതിക്കരുതായിരുന്നു. രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നറിയില്ലേ? അതെന്താ ഇഷ്ടമല്ലാത്ത? എടി, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇവിടെ നിന്ന് വലിയ വയൽ വർത്താനം പറയാതെ ചെന്ന് പഠിക്കാൻ നോക്ക്. വന്നിരിക്കുന്നു മോനെ, അവൾക്ക് നിന്നെ വലിയ ഇഷ്ടാടാ. നീ ഒന്ന് സമ്മതം മൂളിയ അതങ്ങ് നടക്കും. രമ്യയെ കല്യാണം കഴിച്ച കാശിന് വേണ്ടി പിന്നെ ആരുടെ മുൻപിലും തെണ്ടേണ്ടി വരില്ല. പൂത്ത കാശും കൊണ്ടാ അവള് വരാൻ പോകുന്നെ. അവളുടെ സ്വഭാവം നല്ലതാ മോനെ. എന്തുകൊണ്ട് നമുക്ക് ചേർന്ന ബന്ധ. അമ്മേ, തൽക്കാലം അതിനെ കുറിച്ച് ആലോചിക്കണ്ട. ഈ കല്യാണം എന്ന് പറയുന്നതേ അങ്ങനെ എടുപിടിന്ന് നടത്തേണ്ട ഒന്നല്ല. അതിന് ഒരുപാട് ആലോചിക്കണം. അല്ല, രണ്ടു കൂട്ടർക്കും പരസ്പരം അറിയാം. ഇതിൽ കൂടുതൽ എന്താ മോനെ ആലോചിക്കാനുള്ളത്? കല്യാണമല്ലേ ജീവിതകാലം മുഴുവനും നിലനിൽക്കേണ്ട ബന്ധമല്ലേത്. അമ്മ വിഷമിക്കണ്ട. എന്റെ കല്യാണം നടക്കേണ്ട സമയത്ത് നടക്കേണ്ട പോലെ നടക്കും. ഞാൻ ഇറങ്ങാം. ഇങ്ങനൊരു മണ്ടൻ. ഇത്രയും വലിയ ഭാഗ്യം കൈവന്നിട്ട് വേണ്ടെന്ന് പറയുന്ന ഇവനെയൊക്കെ എന്തിനു കൊള്ളാം? അവനെതിനേക്കാൾ നല്ല ബന്ധം വരൂടി. അച്ഛൻ ഒറ്റൊരുത്തനെ അവനെ വഷളാക്കുന്നത്. സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. എവിടുന്ന് വരാനാ ബന്ധം? അതൊക്കെ വരും, നീ കണ്ടോ. നടക്കാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹമാണോ എന്റെ സ്വപ്നമാണോന്ന് വൈകാതെ നിങ്ങക്ക് മനസ്സിലാവും. കാണാം. അമ്മാവ, ഗുളിക ഞാൻ എടുത്തു തരാം. പതുക്കെ. അമ്മാവ, അല്ല, രാഷ്ട്രീയത്തിലായാലും ബിസിനസ്സിലായാലും പുറത്തുള്ളവരെ വിശ്വസിക്കുന്നത് ശരിയാണോ എന്നൊരു സംശയം. മനസ്സിലായില്ല. അല്ല, ആ രാജു, അവനെയാണല്ലോ അമ്മാവൻ ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. എത്ര വിശ്വസ്തനാണെന്ന് പറഞ്ഞാലും അവൻ നമ്മുടെ ചോരയല്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടെയുള്ള സ്ഥിതിക്ക് ചുമതലകൾ അവനെ ഏൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ലാൻഡ് ആൻഡ് മണി, ഇത് രണ്ടും ഞാൻ കൈകാര്യം ചെയ്തോളാം. അമ്മാവനെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദീപകെ, നീ അപ്പോ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? എന്റെ കൂടെ കൂടാനാണോ പരിപാടി? അല്ല, ഒരു ആവശ്യം വരുമ്പോ. അതിന് നീ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവിടെ? അതിനുവേണ്ടി എത്ര ലക്ഷങ്ങളാ മുടക്കിയത്. പഠിത്തം ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്താ ആ മുടക്കിയ പണം മുഴുവൻ വെറുതെ ആവില്ലേ? ആദ്യം പഠിത്തം പൂർത്തിയാക്ക, എന്നിട്ട് ആലോചിക്കാം ബാക്കി. ഇവൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിലേ നീ അങ്ങ് ക്ഷമിക്കേ. എടുത്തുചാട്ടം കുറച്ച് കൂടുതലാ ഇവന്. അതുകൊണ്ടാ ഇങ്ങനെയുള്ള വിവരക്കേടുകളൊക്കെ എഴുന്നള്ളിക്കുന്നത്. രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും ലക്ഷ്യബോധമുള്ളവനെ ഇവിടെ ജീവിക്കാൻ പറ്റും. ഇവന് ഞാൻ പറഞ്ഞു തിരുത്തിക്കോളാം. എടാ, അമ്മാവനോട് ക്ഷമ ചോദിച്ചിട്ട് എന്റെ കൂടെ വാ. അബദ്ധം വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അമ്മാവൻ എനിക്ക് മാപ്പ് തരണം. അമ്മാവനോടും കുടുംബത്തോടുമുള്ള ആത്മാർത്ഥത കൂടുതലുണ്ട്. ഞാൻ എന്നാ ശരി അമ്മാവ, പോ. വാ.
അത്രയ്ക്ക് മണ്ടനായി പോയല്ലോടാ നീ. ശ്ശേ, നിനക്ക് നിന്റെ അമ്മാവനെ കുറിച്ച് എന്തറിയാം? ചാണക്യനാ, ചാണക്യൻ. പറയേണ്ടത് പറയേണ്ട അളവിൽ, പറയേണ്ട സമയത്തെ പറയാവൂ. അല്ലെങ്കിലേ സകല കള്ളത്തനവും ആ പ്രതാപൻ കണ്ടുപിടിച്ചു കളയും. അതിനിപ്പോ എന്ത് കള്ളത്തര സംഭവിച്ചത്? ഒരു കള്ളത്തരവും ഇല്ലേ? ബോംബെയിൽ താമസിക്കുന്ന നീ അമേരിക്കയിലായിരുന്നല്ലേ ഇതുവരെ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നേ? അതെങ്ങാനും പുറത്തറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? സോറി അമ്മേ. എടാ, നിനക്കറിയാവോ എന്തിനാ നിന്നെ ഞാൻ പെട്ടെന്ന് വിളിച്ചു വരുത്തിയതെന്ന്? നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു പിടിക്കാനാ. എനിക്ക് കിട്ടേണ്ട സ്ഥാനം പ്രതാപൻ പണ്ടേ തട്ടിയെടുത്തു. അച്ഛന്റെ പാരമ്പര്യം മൂത്ത മകളായി എനിക്ക് അവകാശപ്പെട്ടതാ. അത് തരാതെ ഒഴിവാക്കാമെന്ന് ഒരാളും വിചാരിക്കണ്ട. നഷ്ടപ്പെട്ടത് അത്രയും ഞാൻ തിരിച്ചു പിടിക്കും. അത് നിന്നിലൂടെ. എന്റെ വഴിയിൽ തടസ്സമായി കണ്ടതിനെയല്ല വെട്ടിമാറ്റിയ ചരിത്രമേ എനിക്കുള്ളൂ. ആദ്യം അവൾ പ്രതാപന്റെ ഭാര്യ. അവളെ വീട്ടിൽ നിന്ന് തെറിച്ചതേ എങ്ങനെയാണെന്നാ നീ വിചാരിച്ചത്? പുറത്താക്കിയതാ ഞാൻ. എന്നിട്ടും എന്തുകൊണ്ടാ ഋതുവിനെ അമ്മയുടെ കൂടെ പറഞ്ഞയക്കാതിരുന്നേ? ഈ കണ്ട ആസ്തി മുഴുവൻ ആരുടെ പേരില്ല? അവളുടെ പേരിൽ. കോടീശ്വരി അവൾ, കോടീശ്വരി. അതൊന്നും അന്യം നിന്ന് പോകരുത്. അതൊക്കെ നിന്റെ പേരിലാവണം. അതിനാ ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി ഋതികയെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അമ്മേ, ഋതു. മോളെന്താ ഇവിടെ? വരാൻ പറഞ്ഞിരുന്നല്ലോ. അതെ അതെ, പറഞ്ഞിരുന്നു. മോളുടെ അച്ഛന്റെ ഫോട്ടോ ഇവൻ കാരണം പൊട്ടി. അതിന് ഇവൻ മോളോട് മാപ്പ് ചോദിക്കും. ഒപ്പം ചില്ലു മാറ്റിയിടാൻ ഇവൻ മോളോടൊപ്പം വരികയും ചെയ്യും. എടാ ദീപക്കെ, മോളോട് അത് ക്ഷമ ചോദിക്കേ. സോറി, എനിക്കൊരു അബദ്ധം പറ്റി. ഇനി ഇത് ആവർത്തിക്കില്ല. ഇനി രണ്ടുപേരും കൂടെ പോയി ചില്ലു മാറ്റിയിട്ട് വാ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ചില്ല് മാറി. ഞാൻ രാജുവിന്റെ ഒപ്പം പോയി അതപ്പോഴേ അങ്ങ് ചെയ്തു. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. എന്നാ മോള് പൊയ്ക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.